ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും മൗനരാഗ സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഇന്നലത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചത് നമ്മുടെ സരയു വീണ്ടും വീണ്ടും കല്യാണിനെ ഉപദ്രവിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഭാഗങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണി താരടുത്തൊരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താരടുത്ത് ചോദിക്കണ്ടേ, എന്താ ആന്റിക്ക് എന്താ സംഭവിച്ചത്, എന്തിനും വിഷമമുണ്ടോ ആന്റിക്ക്, എന്തിനും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടെ സരയു ഉണ്ടാകും. സരയു വന്നിട്ട് കല്യാണത്ത് പറയണ്ട, അമ്മക്ക് ഒരു വിഷമവും പ്രശ്നമൊന്നും ഇല്ല കല്യാണി, അതെന്താന്ന് അറിയത്തൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയാണ്. അപ്പൊ കല്യാണിനെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ സരയു വന്നുകൊണ്ട് താരക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. താര കല്യാണത്ത് ചായ എടുക്കട്ടേന്ന് ചോദിക്കുമ്പോ, വേണ്ട ആന്റി, ചായ ഒന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ടാണ് വന്നത്, ആന്റിക്ക് എന്തോ വിഷമുള്ള പോലെ തോന്നി, അതുകൊണ്ട് കിരണേട്ടനും അച്ഛനും എന്നെ പറഞ്ഞയച്ചത്. എന്നാ ശരി ആന്റി, ആന്റി എന്തിനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോവാണ്. കല്യാണി പോയി കഴിയുമ്പോഴേക്കും സരയു താര എന്നെ ഭീഷണിപ്പെടുത്താൻ കണ്ടില്ലേ, അവർക്ക് സംശയം തോന്നി, അല്ലാന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വന്ന് ചോദിക്കില്ലായിരുന്നല്ലോ, നിങ്ങൾ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാണ് മറ്റുള്ളവർക്ക് സംശയം തോന്നിക്കുന്ന തരത്തിൽ ഒന്നും പെരുമാറലേ ചെയ്യല്ലേന്ന്. അവസാനം നിങ്ങൾക്ക് സമാധാനമായല്ലോ, നിങ്ങളുടെ സ്വന്തം മകളുടെ ജീവിതമാണ് നിങ്ങൾ കൊള്ളം തോണ്ടാൻ വേണ്ടി നോക്കുന്നത്, സമാധാനായില്ലേ തള്ളേ, ഇതിനേക്കാളും നല്ലത് നിങ്ങൾ എന്റെ അമ്മയാണെന്ന് ഞാൻ അറിയാതിരിക്കണേയിരുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കൊള്ള ശല്യം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോവാണ്. താര വീണ്ടും അവിടെ നിന്ന് പൊട്ടിക്കരയാട്ടോ. സരയു നേരെ പോകുമ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് ഷാരിനെ കാണാനായിട്ട്. ഷാരിനെ അപകടത്തിനെ തരണം ചെയ്തതുകൊണ്ട് ICU റൂമിലേക്ക് മാറ്റി കേട്ടോ. കണ്ണു തുറക്കുമ്പോ ഷാരി കാണുന്നത് സരയുനെയാണ്. അമ്മേ എന്ന് പറഞ്ഞിട്ട് സരയു വിളിക്കുമ്പോഴേക്കും, മോളോ, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു, അമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല മോളെ, ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചേയില്ല, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സമയത്ത് ചെറിയൊരു ബോധം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്, അപ്പൊ ഞാൻ അവസാനം കാണണമെന്ന് ആഗ്രഹിച്ചത് നിന്റെ മുഖമായിരുന്നു, അതിപ്പോ കാണാൻ പറ്റിയല്ലോ, പക്ഷെ അത് കാണാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ, ചിലപ്പോ നമുക്ക് തിരിച്ചു ഒരു പാര വരുമെന്ന്, അതിപ്പോ ഇങ്ങനെയായി, അമ്മക്ക് വേറെ കുഴപ്പമൊന്നുമില്ലമ്മേ, പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർമാര് പറഞ്ഞത്, എനിക്ക് കിരണില്ലാതെ ജീവിക്കാൻ പറ്റില്ലമ്മേ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്നത്, സോറി അമ്മേ, ഞാൻ കാരണം അമ്മക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായല്ലോ, അച്ഛനിപ്പോ ഞങ്ങളുടെ കൂടെ ഇല്ല, അമ്മക്കാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടായി, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പെറ്റമ്മേനേക്കാൾ നല്ലത് പോറ്റമ്മ തന്നെയാണെന്നുള്ളത്, അമ്മ തന്നെയാ എന്നെ ശരിക്കും സ്നേഹിക്കുന്നത്, അതെനിക്ക് മനസ്സിലായി, കിരണനെ ഞാൻ സ്വന്തമാക്കി കഴിയുമ്പോഴേക്കും കിരണും ഞാനും കല്ലുമോനും അതുപോലെ തന്നെ കൺമണി മോളൊക്കെ ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ അവിടെ അമ്മയായിട്ട് നിങ്ങൾ മതി, താര വേണ്ട എന്ന് സരയു പറയാണ്. ഇനിയിപ്പോ അമ്മ ആരും ബുദ്ധിമുട്ടുണ്ട, കല്യാണിനെ കൊല്ലാൻ വേണ്ടി ഞാൻ തന്നെ മുന്നിട്ടിറങ്ങാൻ വേണ്ടി പോവാണ്. ഷാരി പറയണ്ട, മോളെ സൂക്ഷിച്ചു വേണം, അവർക്ക് എന്തിനു സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് കിരണിനെ കിട്ടാൻ പോകുന്നില്ല മോളെ എന്ന് പറയാണ്. അത് കേട്ട് സരയു പറയണ്ട, അമ്മ പറഞ്ഞത് ശരിയാണ്, അവർക്കെങ്ങാനും എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് കിരണിനെ കിട്ടില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാമേ, സംശയം തോന്നാത്ത തരത്തില് ഞാൻ ഇനി എല്ലാം ചെയ്യത്തുള്ളൂ, എന്തായാലും കല്യാണി അവള് കിരണിന്റെ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റൂ അമ്മേ, എങ്കിൽ മാത്രമേ എനിക്ക് എന്റെ കിരണിനെ തിരിച്ചു കിട്ടുള്ളൂ, അഥവാ തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കല്യാണിയും കിരണും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ പാടില്ല, അവള് മരിക്കണം, അവള് കാരണമാണല്ലോ എന്റെ അച്ഛൻ മരിച്ചത്, പിന്നെ അമ്മക്ക് ഈ അവസ്ഥ വന്നു, അങ്ങനെ അവള് കാരണം എത്ര പേരുടെ ജീവിതങ്ങളാ ഇല്ലാതായത്, അതുകൊണ്ട് അവള് ഇല്ലാതാക്കും അമ്മനെ, അതെന്തൊക്കെ പണയം വെച്ചിട്ടാണെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോവാണ്. ഷാരിക്ക് കിട്ടിയതൊന്നും പോരട്ടോ, ഹോസ്പിറ്റലിൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും കല്യാണിനെ കൊല്ലണമെന്ന വിചാരം മാത്രമേ അവർക്കുള്ളൂ. അതിനുശേഷം വീട്ടിലേക്ക് എത്തുന്ന കല്യാണി നമ്മുടെ കിരണിനോടും ചന്ദ്രസേനോടും പറയുന്നുണ്ട്, താരാന്റെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ താരാന്റിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്, എന്തോ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെയോ വിഷമമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ സരയുവും ഉണ്ടായിരുന്നു അവിടെ, അപ്പൊ സരയുവിന്റെ മുമ്പിലും താരാന്റി വിഷമത്തോടെയാണ് നിന്നത്, എന്താന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. ചന്ദ്രസേനൻ പറയണ്ടേ, ഇവളൊന്നും പറയാതെ നമുക്കുള്ള മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ മോളെ, കുഴപ്പമില്ല, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്, അവളിപ്പോ എത്ര പ്രാവശ്യം നിങ്ങൾ പോയി ചോദിച്ചു എന്തിനു കുഴപ്പമുണ്ടോന്ന്, അപ്പോഴൊന്നും അവള് പറഞ്ഞില്ലല്ലോ, ഇനിയിപ്പോ പോട്ടെ, എന്തിനും മനസ്സിലുണ്ടെങ്കിൽ അത് അവളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്തായിട്ടാണ് എത്ര പ്രാവശ്യം ഒരാളുടെ മുമ്പിൽ പോയി കേണ് അപേക്ഷിക്കുന്നത്. കിരൺ പറയണ്ട, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ അച്ഛാ, താരാന്റിക്ക് എന്തോ വിഷമമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുമായിരിക്കും, കല്യാണി നാളെ നീ ഒന്നും കൂടി പോ, സരയു ഇല്ലാത്ത സമയത്ത് പോ, ആരെങ്കിലും ഉള്ളപ്പോ ചിലപ്പോ നിന്റെ മുമ്പിൽ മനസ്സ് തുറക്കാൻ വേണ്ടി താരാന്റിക്ക് പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ സരയു നാളെ എന്തായാലും ഓഫീസിൽ പോകും, ആ സമയത്ത് നീ പോയാൽ മതി. ശരി, പോകുമ്പോ കൺമണി മോളെയും കൊണ്ടുപോയിക്കോ, മനോഹരനെ കാണിക്കുകയും ചെയ്യാം, തിരിച്ചു പോകുമ്പോഴേക്കും താരാന്റിനെയും കാണാലോ. ശരി കിരണേട്ടാ, എന്നാ അങ്ങനെ ചെയ്യാം എന്ന് കല്യാണി പറയണം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ കല്യാണി വീണ്ടും നമ്മുടെ താരനെ കാണാൻ വേണ്ടി വരുവാട്ടോ. അതേസമയം നമ്മുടെ സരയു ആണെങ്കിൽ
ഓഫീസിലിരിക്കുന്ന സരി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കല്യാണിനെ കൊല്ലുമെന്ന്. അങ്ങനെ അവസാനം വീണ്ടും ഗുണ്ടകളെ കാണാൻ പോകാൻ വേണ്ടി സരയു തീരുമാനിക്കാട്ടോ. പുതിയ 2 ഗുണ്ടകളെയാണ് സരയു കണ്ടെത്തണത്. എന്നിട്ട് അവർക്ക് പണം കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് കല്യാണിനെ എങ്ങനെയെങ്കിലൊക്കെ കൊല്ലണം, ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കൊട്ടേഷൻ കൊടുത്തിട്ട് സരയു സമാധാനത്തോടെ വന്നിരിക്കാട്ടോ ഓഫീസില്. അതേസമയം കല്യാണി ആണെങ്കിൽ താരാന്റെ അടുത്തേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. താരടുത്ത് വീണ്ടും മനസ്സ് തുറന്ന് കല്യാണി സംസാരിക്കുന്നുണ്ട്. ആന്റി എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ആന്റി തുറന്നു പറ, ഇങ്ങനെ മിണ്ടാതിരുന്ന കഴിഞ്ഞാൽ ആർക്കും ഒന്നും സമാധാനപ്പെടുത്താൻ പറ്റത്തൂല, ഒന്നും മനസ്സിലാവത്തില്ല. ആന്റി എന്തിനു പറഞ്ഞാൽ മാത്രല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. എന്താ ആന്റി എന്തിനും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ താര ഇല്ലെന്ന് തന്നെ പറയാണ്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ കല്യാണി പറയുന്നുണ്ട് ചായയും കാപ്പിയൊന്നും വേണ്ട, ഭയങ്കര ചൂടല്ലേ, ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കാം ആന്റി. ഞാൻ ഉണ്ടാക്കാം. വേണ്ട ഞാൻ ഉണ്ടായിക്കോളാം എന്ന് താര പറയാണ്. അങ്ങനെ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കല്യാണിക്ക് കൊടുക്കുന്നുണ്ട് താര കേട്ടോ. കല്യാണി അത് കുടിക്കുന്നുണ്ട്. ശേഷം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും താര അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് പോകുവാണ് നമ്മുടെ കല്യാണി. വീണ്ടും അവിടെ നിന്ന് പോകുവാണ്. അപ്പൊ കല്യാണിനെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ പാത്തും പദവിയും പലയിടത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ CA ആണെങ്കിൽ വിക്രത്തിന്റെ കൊലപാതകം അന്വേഷിക്കണമെന്നില്ലെങ്കിൽ പോലും അവിടെ നിന്നൊരു തോക്ക് കിട്ടിയിരുന്നല്ലോ. ആ തോക്കിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാന്ന് നമ്മുടെ CA മാർട്ടിൻ കണ്ടുപിടിക്കുകയാണ്. അത് രാഹുലിന്റെ പേരിലുള്ള തോക്കാണെന്നുള്ള സത്യം കണ്ടുപിടിച്ച CA ആ ഞെട്ടിക്കുന്ന തെളിവുമായിട്ട് കിരണിന്റെ അടുത്തേക്ക് പോവാണ്. കിരണിനോട് പറയുന്നുണ്ട് വിക്രം മരിച്ച സ്ഥലത്തുനിന്ന് ഒരു തോക്കും അതുപോലെ തന്നെ അവന്റെ ഫോണും പേഴ്സും കിട്ടിയിരുന്നു. ആ തോക്ക് ലൈസൻസ് ഉള്ളൊരു തോക്കാണ്. ആ തോക്കിന്റെ ലൈസൻസ് എടുത്തിരിക്കുന്നത് രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. രാഹുലോ? അങ്കിളിന്റെ പേരുള്ള തോക്കാണോ അത്? അതെ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും കിരണ് വല്ലാത്ത സംശയം തോന്നുന്നു. അങ്കിളിന്റെ പേരുള്ള തോക്ക് എങ്ങനെ വിക്രത്തിന് എത്തി? വിക്രത്തിന്റെ കയ്യിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഷാരി ആന്റി അത് കൊടുക്കണം, അല്ലെങ്കിൽ സരയു കൊടുക്കണം. അപ്പൊ CA മാർട്ടിൻ പറയണ്ട, അതെ നിങ്ങൾ ഇനി സംശയിക്കേണ്ടത് അവരെ തന്നെയാണ്, കൂടെ നിന്ന് ചതിക്കാണെന്ന് അറിയില്ലല്ലോ എന്ന് CA പറയാണ്. അപ്പൊ അത് കിരണിനും വല്ലാത്തൊരു ഷോക്ക് ആവട്ടെ. അപ്പോഴും രതീഷ് പറയണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ ഈ സരയുനൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്ന്, എനിക്ക് അവളുടെ പെരുമാറ്റത്തിലൊക്കെ ഇപ്പോഴും നല്ല സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവളുടെ ചെറിയൊരു സംശയത്തിന്റെ കണ്ണിലൂടെ ഞാൻ നോക്കിക്കാണാം, ഞാൻ നോക്കട്ടെ. എന്നാലും ഇപ്പൊ ഈ CA മാർട്ടിൻ പറഞ്ഞ കാര്യം നമ്മൾ ആർത്തും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അഥവാ അവളുടെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനത്തെ ഒരു വിചാരം ഉണ്ടെങ്കിൽ നമുക്കത് തെളിയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്കത് സമയം പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സരയുവിനെ, അങ്ങനെ സരയു തെറ്റിയിട്ടുണ്ടെങ്കിൽ സരയുവിനെ കൈയോടെ പിടിക്കാം എന്ന് കിരണും പറയാണ്. അങ്ങനെ അവസാനം കിരണും രതീഷും തന്നെ കണ്ടുപിടിക്കുകയാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ ഉത്തരവാദി സരയു ആണെന്നുള്ളത്. സരയുവിന് എന്ത് ചെയ്യണോന്ന് കിരണിന് അറിയില്ല. കാരണം കിരണിന്റെ തൊട്ടടുത്ത സുഹൃത്തായിരുന്നു, കളികൂട്ടുകാരിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും സരയു ഒരു വലിയൊരു വില്ലത്തി തന്നെയാണ്. സരയുവിനെ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ കാട്ടിൽ കൊണ്ട് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കിരണ്. രതീഷ് പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സാറ് ഈ കാര്യത്തിൽ ഇടപെടേണ്ട, ഞാനും വേലും തന്നെ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അങ്ങനെ കല്യാണിനെ കൊല്ലാൻ വേണ്ടി സരയു ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോ സരയുവിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ വേലും അതുപോലെ തന്നെ രതീഷും കൂടി കാട്ടിൽ കയ്യും കാലൊക്കെ കേട്ടിട്ട് നമ്മുടെ സ്റ്റെഫിയുടെയും അവരുടെ ഗുണ്ടകളുടെയും അതുപോലെ തന്നെ രാഹുലിന്റെ അവസ്ഥ എന്താണോ അതേ അവസ്ഥ സരയുവിനെ വരാൻ പോവാട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.